എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജാസ്മിനും അതോടൊപ്പം തന്നെ ജിൻഡോയും തമ്മിൽ വഴക്ക് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വഴക്കാണ്. വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരമാണ്. ജാസ്മിന്റെ കുറെ കാര്യങ്ങളാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ അവിടെ ഗബ്രിയെ ഓർമ്മ വരുന്നത്, അതായത് ജാസ്മിന്റെ അപ്പനും ജാസ്മിന്റെ അമ്മയൊക്കെ വന്ന് പറഞ്ഞത് ഗബ്രിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവിടെ വിടണം, നീ ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ്. സായി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ വള്ളിയെ കയറി പിടിച്ചതാണ്. അതേ തുടർന്ന് ഇങ്ങനെയുള്ള ഒരു വഴക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും അവിടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ അവസാന ഘട്ടമായപ്പോഴത്തേനും പൊരിഞ്ഞ വഴക്കായി. ജാസ്മിൻ പറയുന്ന കാര്യം ഇതാണ്, ഇതുപോലെ കള്ളത്തരം പറയുന്ന ആളാണ്. ജിൻഡോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നട്ടല്ലില്ലാത്തവൻ. നട്ടല്ലില്ല. ജിൻഡോ പറഞ്ഞു എനിക്ക് നട്ടലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. നീ നട്ടലുണ്ടോ ഇല്ലയോ എന്ന് നീ നോക്കണ്ട. ജാസ്മിൻ പറയുന്നുണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാം. അപ്പൊ ജിൻഡോ പറയുന്നത് ഞാൻ മുഖത്ത് നോക്കിയേ സംസാരിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും സംസാരിക്കത്തില്ല. എന്നോട് സംസാരിച്ചാൽ ഞാൻ തിരിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ജിൻഡോ സംസാരിക്കാൻ അറിയത്തില്ലെന്നും, അതായത് ശരിയാ, ജാസ്മിൻ സംസാരിക്കുന്ന ഒന്നും പറയാൻ അറിയത്തില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മറുപടി ജിൻഡോ കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ അത് കേട്ട് സമാധാനമായി അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. കാരണം ജാസ്മിൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ജിൻഡോ പറയിച്ചു. എന്താണോ ജാസ്മിൻ ഉദ്ദേശിച്ചു വെച്ചിരുന്നത് അതെല്ലാം അങ്ങ് പറഞ്ഞു. കാരണം ജിൻഡോ എന്തോ ഓരോ സമയത്ത് ഓരോ ക്യാരക്ടറാണെന്നും ലാലേട്ടന്റെ മുമ്പിൽ വരെ അഭിനയിക്കുകയാണെന്നും കാലുവേദന മുട്ടുവേദന വരെ അഭിനയിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ കണ്ണട വെച്ചിട്ടും അത് കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ കണ്ണട വെക്കുന്നില്ലല്ലോ എന്ന്. അപ്പൊ ജിൻഡോ പറയുന്നത് ഇതാണ്, നിന്നെ കാണണമെങ്കിൽ ഞാൻ കണ്ണട വെക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും വായിക്കാനാണ് എനിക്ക് വിഷയമുള്ളൂ എന്നാ പറഞ്ഞേ. എന്നിട്ട് ജാസ്മിൻ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ നല്ല ആളാണ്, എന്നെ കുറിച്ച് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, പക്ഷെ ജിൻഡോയെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ പറഞ്ഞു, ശരിയാണ് മോള് പറയുന്നതാണ് ശരി, മോളെ കുറിച്ച് ഇവിടെ നല്ല അഭിപ്രായമാണുള്ളത്. മോളുടെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്, എന്റെ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. മോള് 100 ആണെങ്കിൽ ഞാൻ 0 ആണ്. ഓക്കെ മോള് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എല്ലാം പറയിച്ചു. എന്നിട്ട് ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഇതൊക്കെ പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാം. പ്രേക്ഷകർ ഞാൻ എന്താണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് അവരെന്നെ നിർത്തിക്കോളും, അവരെന്നെ ഇതാക്കിക്കോളും. മോളുടെ ഇഷ്ടത്തിന് എന്തെന്ന് വെച്ചാൽ കുഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയെ കുറിച്ച് പറഞ്ഞതാണ് വിഷയം. അപ്പൊ ഗബ്രിയെ കുറിച്ച് ജാസ്മിൻ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് അവനെ മിസ് ചെയ്യുന്നു എന്നുള്ള ചിന്ത പറഞ്ഞത്. കാരണം ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് ജാസ്മിൻ ഗബ്രിയെ മിസ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജാസ്മിൻ അവരുടെ തിരുന്നപ്പോ ഗബ്രിയെ മിസ് ചെയ്യുവാണ്. ഈ നോമിനേഷന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഗബ്രിയെ മിസ്സിങ്, അല്ലാത്തപ്പോ മിസ്സിങ് ഒന്നുമില്ല. അത് നല്ല രീതിയിൽ അങ്ങ് പൊളിച്ചു കൊടുത്ത, ഈ സ്വപ്നങ്ങളൊന്നും വേണ്ട മോളെ, നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുത്ത ജിൻഡോ. നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അവരുടെ വീട്ടുകാര് എന്താണോ പറഞ്ഞു കൊടുത്തത് അത് തന്നെ പറഞ്ഞു കൊടുത്തത്. മോളെ നീ നല്ല ഗ്രാഫിലാ പോയിക്കൊണ്ടിരിക്കുന്നേ, അതേ തന്നെ പൊക്കോ, വേറെ ഒന്നും നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അത് ജിൻഡോയുടെ മണ്ടയ്ക്കോട്ട് കയറാൻ പോയി. ജിൻഡോട്ട് വിട്ടും കൊടുത്തില്ല, നല്ല രീതിക്ക് അങ്ങോട്ട് പറഞ്ഞും കൊടുത്തു. അതാണ് ഇപ്പൊ ലൈവിൽ നടന്നത്. രണ്ടുപേരും എന്നിട്ട് ഇപ്പോ സമാധാനത്തോടെ അവിടെ ഇരിപ്പുണ്ട്. ഇത്രയുമാണ് ലൈവിൽ കണ്ടത്. പ്രമോയിൽ കണ്ട അതേ അടി തന്നെയാണ്. അത്രേ ഉള്ളൂ സംഭവം. അതായത് വേറെ ഒരു വിഷയമായിട്ടൊന്നുമില്ല. തൊട്ടടുത്ത് കിടന്ന് സായിയും അതോടൊപ്പം തന്നെ അഭിഷേകും ഋഷിയൊക്കെ ഇത് കണ്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട്, നോറയും കൊണ്ട് തൊട്ടടുത്ത്. ഇത്രയുമാണ് നടന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.